ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഈ മാസം 13-ന് പാട്നയിൽ ചേരുന്ന NDA യോഗത്തിൽ തീരുമാനിച്ച് 16-ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബീഹാറിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ ചേരുന്നുണ്ട്. BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട്ട് ചൌധരിയുടെ പേരിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. നിതീഷ് കുമാറും മുതിർന്ന JDU നേതാക്കളും ഇന്നലെ ദില്ലിയിലെത്തിയിരുന്നു. ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായിട്ടുള്ള നിതീഷ് കുമാർ ഇന്ന് രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്യും. ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഈ മാസം 13-ന് പാട്നയിൽ ചേരുന്ന NDAയുടെ യോഗത്തിലാണ് തീരുമാനിക്കുക. 16-ന് സത്യപ്രതിജ്ഞ ചെയ്യും. എന്തായാലും ബീഹാറിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ BJPയുടെ കോർ കമ്മിറ്റി യോഗമൊക്കെ ഇന്ന് ദില്ലിയിൽ ചേരുന്നുണ്ട്. BJPയുടെ നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട്ട് ചൌധരിയുടെ പേരൊക്കെയാണ് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. എന്തായാലും നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് ഉപമുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നിതീഷ് കുമാറും മുതിർന്ന JDU നേതാക്കളും ഒക്കെ ഇന്നലെ ദില്ലിയിൽ എത്തിയിരുന്നു. എന്തായാലും ഇന്ന് രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. തന്റെ പിൻഗാമിയായി BJP നേതാവും നിലവിലെ ഉപമുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൌധരി വരണമെന്നൊക്കെ ഒരു റിപ്പോർട്ടുകൾ നിതീഷ് കുമാറിന്റെ ആഗ്രഹമാണ് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ കസേര ദീർഘകാലം ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല എന്ന നിതീഷ് കുമാറിന് വലിയ നിർബന്ധമുണ്ട് എന്ന രീതിയിലുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു. എന്തായാലും JDUവും BJPയും ഉൾപ്പെടുന്ന NDA സഖ്യം നേടിയ വലിയ വിജയത്തിന് മാസങ്ങൾക്ക് ശേഷമാണ് ബീഹാർ രാഷ്ട്രത്തിൽ ഇത്തരമൊരു അധികാര കൈമാറ്റം നടക്കുന്നത്. പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെക്കും.